കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, നിങ്ങളെല്ലാവരെയും ഹൃദയാംഗമായി ദൈവജന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും നാം ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക സാന്നിധ്യ ബോധത്തോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേദഭാഗം നന്നായി തെളിയിച്ച് മനസ്സിലാക്കി തരാൻ ദൈവം ആവശ്യമായി ജ്ഞാനവും ബുദ്ധിയും ദൈവം തരേണ്ട നമ്മുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കും. നമ്മൾ 25-ാം അധ്യായമാണ് ആരംഭിച്ചത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 24-ാം അധ്യായം നാം കണ്ടത് ആരംഭിച്ചത് യെരുശലേമിന്റെ പേരെ വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഒരു ഡേറ്റ് പറഞ്ഞ് അത് വെളിപ്പെടുത്തിയിട്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ആ അധ്യായത്തിൽ പിന്നെ മുൻപോട്ട് വരുമ്പോൾ മെറ്റഫോറിക്കലായിട്ട് ദൈവിക ന്യായവിധി നടക്കുന്ന കാര്യം വളരെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. എന്നാൽ 24-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഒന്ന്, യെഹെസ്കേലിന്റെ വായ് ദൈവം തുറക്കുന്നതായി കാണും. രണ്ടാമത്തത്, അവനെ മറ്റുള്ള പ്രവാസികളുടെ നടുവിൽ ദൈവം ഒരു അടയാളമായി അവനെ മാറ്റുന്നു. ഇപ്പോൾ ഈ യെരുശലേം ദേവാലയവും യെരുശലേമും നശിപ്പിക്കപ്പെട്ടു, അവിടെയുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടു. അതിൽ നിന്ന് ഒരു ശേഷിപ്പ് ദൈവം മാറ്റി അവരെ പ്രവാസത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നവരിലൂടെ വേണം ഇനിയും ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കേണ്ടത്. ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കേണ്ടത് ഈ പ്രവാസത്തിലേക്ക് വന്നവരിലൂടെയാണ്. ഇനി ഒരു രാഷ്ട്രത്തെ അഥവാ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം യെഹെസ്കേലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യെഹെസ്കേലിനെ ദൈവം പ്രവാസികളുടെ നടുവിൽ ഒരു അടയാളമായി മാറ്റുകയും ദൈവം അവന്റെ വായെ തുറക്കുകയും ചെയ്തു. ദൈവം അവനെ ഇസ്രായേലിന്റെ വീണുപോയ കൂടാരത്തെ അത് നിവർത്തി പുതുക്കി പണിയുവാൻ, ഒരു സമൂഹമായി തിരുവാൻ, വീണ്ടും ഒരു രാഷ്ട്രമായി തിരുവാൻ വേണ്ടി ദൈവം അവനെ ഇടയനായും കാവൽക്കാരനായും ഒരു ലീഡറായും ദൈവം അവനെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൽ സ്വന്തമായി പല ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിലും അതിനൊന്നും താൻ തയ്യാറാകാതെ ദൈവിക സന്ദേശം പ്രവാസത്തിലുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി ദൈവം പറയുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്വയമേ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായി കാണാൻ കഴിയുന്നുണ്ട്. തന്നെത്താൻ സ്വയം മറന്നു സ്വയത്വത്തെ നിഷ്ക്രിയമാക്കി ദൈവിക സന്ദേശം ജനത്തെ അറിയിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ആ യെഹെസ്കേലിനെയാണ് ദൈവം പ്രവാസികളുടെ നടുവിൽ ഒരടയാളമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. ആ സമൂഹത്തെ ദൈവം അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ദൈവനെ ഉയർത്തുന്നു.
ദൈവം അവനെ ഒരു അടയാളമാക്കി മാറ്റുന്നു. തന്നെത്താൻ ത്യജിച്ച് ദൈവിക സന്ദേശം ജനത്തിന് മുമ്പിൽ അറിയിക്കുവാൻ സ്വയമായി ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലെ മുഖ്യ പ്രാതിനിധ്യം ഉണ്ടായിരുന്നതും പ്രാധാന്യത ഉണ്ടായിരുന്നതായ വസ്തുതകളെല്ലാം ദൈവിക സന്ദേശം അറിയിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് ദൈവഗതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പ്രവാസികളിടയിൽ ഒരടയാളമാക്കി മാറ്റും. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഒരുവനെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെത്താൻ ത്യജിക്കപ്പെടുന്ന, സ്വയത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ, സ്വന്തമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവഹിതം മനസ്സിലാക്കി ദൈവിക സന്ദേശം അറിയിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ഏത് കാലഘട്ടത്തിലും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ വായിക്കും, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് കാണുന്നുണ്ട്. ആ യേശുവിനെ കുറിച്ച് പിന്നീട് പറയുമ്പോൾ പറയുന്നു, ദൈവവനെ സകല നാമത്തിന് മേലായ നാമവും നൽകി ഉയർത്തി എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ നാമത്തിന് ഇറങ്ങിത്തിരിച്ചവർ സ്വയത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ, സ്വാർത്ഥതയ്ക്ക് ആ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലയിൽ തന്നെത്താൻ ഏൽപ്പിക്കപ്പെടുന്നവരാണ് യഥാർത്ഥമാകുന്ന ശിഷ്യന്മാർ എന്ന് പറയപ്പെടുന്നു. ആ ഒരു ലെവലിലേക്കാണ് യെഹെസ്കേൽ വരുന്നു. ദൈവം അവനെ ആ സമൂഹത്തിന് നടുവിൽ ഒരടയാളമാക്കി മാറ്റുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന പാതയിലൂടെ പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലയിൽ സ്വയമായും ഏൽപ്പിക്കപ്പെട്ട് കൊടുത്തു കഴിയുമ്പോൾ, സ്വയമായും ഒരു അർപ്പിക്കപ്പെടുന്ന മനോഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ദൈവം നിശ്ചയമായും നാം ഉയർത്തേണ്ട സ്ഥാനം ഉയർത്തും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. 25-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇവിടെ 24-ാം അധ്യായം വരെ ഇസ്രായേലിന് ന്യായവിധിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ 25 മുതൽ 32 വരെ അധ്യായങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഒരു പുതിയ ഭാഗം ആരംഭിക്കുകയാണ്. ഈ ഭാഗം ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ള ജനതകളുടെ ന്യായവിധിയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റ് പ്രവചന പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ജാതികൾക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മറ്റ് പ്രവാചകന്മാരും പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 13-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഈ 25-ാം അധ്യായത്തിൽ 4 പ്രധാന രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കെതിരായ അരുളപ്പാടുകളാണ് ദൈവം ഈ അധ്യായത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. 4 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അമോന്യർ, മോവാബ്യർ, ഏദോമ്യർ, ഫെലിസ്ത്യർ. ഇതിൽ 3 രാജ്യക്കാർ അബ്രഹാമിലൂടെ ഇസ്രായേലിന് പരോക്ഷമായി ബന്ധമുള്ള ആളുകളാണ് ഈ 3 രാജ്യങ്ങൾ. അമോന്യരും
മോബാബ്യരും അബ്രഹാമിന് സഹോദരപുത്രനായ ലോത്തിന്റെ പെൺമക്കളിലൂടെ ജനിക്കപ്പെട്ടവരുടെ തലമുറകളാണ് അമോന്യരും മോബാബ്യരും. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിന് 37 വാക്യം ഒന്ന് വായിച്ചു. ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സസ് 37. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവൻ മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. അടുത്തത്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു, അവൻ ബെൻ അമ്മീൻ എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമ്മോന്യർക്ക് പിതാവ്. ആ ഭാഗം വളരെ വ്യക്തമായി കാണുന്ന ഈ രണ്ട് കൂട്ടരും ഒരു സൈഡ് പറഞ്ഞാൽ ഇസ്രായേലിന് പരോക്ഷമായി ബന്ധമുള്ളവരാണ്. ഇനി മറ്റൊരു കൂട്ടരാണ് ഏദോമ്യർ. ഏദോമ്യർ എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ഇരട്ട സഹോദരനുണ്ട്. ഇസഹാക്കിന്റെ 2 മക്കൾ ഇരട്ടകളാണ്, യാക്കോബും ഏശാവും. ഇപ്പൊ യാക്കോബിന്റെ ഇരട്ട സഹോദരനായ ഏശാവിന്റെ പിൻഗാമികളാണ് ഏദോമ്യർ എന്നറിയപ്പെടുന്നത്. ഫെലിസ്തീന് മാത്രമേ ഉള്ളൂ ഈ ഗ്രൂപ്പിൽ പെടാത്ത ഏക രാജ്യം. ഈ 3 രാജ്യങ്ങൾ ഇസ്രായേലിന് അടുത്ത് കഴിയുന്നു. ഫെലിസ്തീൻ അല്പം ദൂരത്തായി മാറിക്കഴിയുന്നുണ്ട്. നമുക്ക് ഫെലിസ്തീൻ എന്ന് പറയുമ്പോൾ കനാൻ നാട്ടിലെ നിവാസികളാണ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശം കീഴടക്കിയപ്പോൾ ഇവർ പുറത്താക്കപ്പെടുകയോ ആ സമൂഹം ഉന്മൂലനാശം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അവർ ഹാമിന്റെ പിൻഗാമികളായിരുന്നു എന്ന് നമ്മൾ പിന്നീട് ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് 1 മുതൽ 7 വാക്യങ്ങൾ നമുക്കിത് വായിക്കാം. 25 യെഹെസ്കേലിന്റെ പുസ്തകം 25 അധ്യായത്തിന്റെ 1 മുതൽ 7 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെ കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അവർ നിങ്കൽ പാളയം അടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാൽ കൊണ്ട് ചവിട്ടി സർവ നിന്നയോടും കൂടെ ഹൃദയപൂർവം സന്തോഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നീ അറിയും. ഓക്കെ, ഇവിടെ അമോന്യരുടെ നേരെ മുഖം തിരിച്ച് എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട്. ഈ അമോന്യർ എന്ന് പറയുമ്പോൾ യഹൂദയുടെ വടക്ക് കിഴക്കുള്ള ഒരു രാജ്യമായി. ഒന്നുകൂടി പറഞ്ഞാൽ യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള മരുഭൂമിയുടെ അരികിലായിരുന്നു ഇവിടെ ലൊക്കേഷൻ. ഈ അമ്മോൻ എന്ന് പറയുമ്പോൾ അർണോൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, യാബോക്ക് എന്ന് പറയുന്ന നദിയുണ്ട്. നമുക്കറിയാം അവിടെ വെച്ചാണ് യാക്കോബ് ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയത്, യാബോക്ക് എന്ന കടവിൽ. ഈ 2 നദികളുടെ നടുവിലുള്ള ഒരു പ്രദേശമാണ് ഈ അമ്മോന്യരുടെ ദേശം
എന്നാണ് അറിയപ്പെടുന്നത്. പിൽക്കാലങ്ങളിൽ യോർദാന്റെ തലസ്ഥാനത്തിന് അമ്മോൻ എന്ന് പേരിട്ടിരുന്നു. കാരണം യോർദാന്റെ ആ രാജ്യവുമായി അല്പം ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ അതിന് പേരിട്ടു. പിന്നീട് റബ്ബ എന്ന പേരിൽ അതിനെ അറിയപ്പെട്ടിരുന്നു. റബ്ബ. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഗ്രീക്ക് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ റബ്ബ എന്ന് പറയുന്ന ഒരു സിറ്റി പണിതെന്നും പിൽക്കാലത്ത് കിഴക്കുള്ള അറബികൾ വന്ന് ആ രാജ്യത്തെ നശിപ്പിച്ചു എന്നുമാണ് ചരിത്രം പറയുന്നത്. ഏതായാലും നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ ഏകദേശം BC 600 യഹൂദർക്കെതിരെ പോരാടുവാൻ അമ്മോൻ ബാബിലോണുമായി ചേർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 Kings chapter 24 verse 2. യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും ആരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിന്റെ നേരെ അയച്ചു. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു, ഈ പറയപ്പെട്ട അമ്മോന്യര്, മോബാബ്യര്, ഇവരെ എല്ലാം കൂടെ ചേർന്നാണ് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നിട്ടുണ്ട് എന്ന് ഈ ഭാഗത്തുനിന്ന് പറയുന്നു. അത് BC 600 എന്ന് പറയപ്പെടുന്നു. പിന്നീട് BC 594 594 അമ്മോൻ ബാബിലോണെതിരെ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ അവരൊരു സഖ്യകക്ഷിയെ ഉണ്ടാക്കിയെടുത്തു, ഒരു ഗൂഢാലോചന ഉണ്ടാക്കി ചില രാജ്യങ്ങൾ അതിനകത്ത് ചേർത്തു. അവർ ഇസ്രായേലിനെയും അതിനകത്ത് ചേർക്കുവാൻ വേണ്ടി ശ്രമിച്ചു, എന്നാൽ അത് നടന്നില്ല, അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയും അവർ തെറ്റിനെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നു. 3-ാമത്തെ വാക്യത്തിൽ അത് എടുത്തു പറയുന്നു. 1, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞത് കൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഒരു ന്യായവിധി, യെരുശലേമിന്റെ പതനം, ദേവാലയത്തിന്റെ നാശം, ഇതിൽ അമ്മോന്യരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് ഒരു സങ്കടവും ഇല്ലായിരുന്നു, ആ കാര്യത്തിൽ ഒരു ഭയവുമില്ല. ഈ 3-ാം വാക്യത്തിൽ തെളിയിക്കുന്നു, ആ കാര്യത്തിൽ അമ്മോന്യർ അതിൽ ചിരിച്ചു, ആഹ്ലാദിച്ചു, ആഹ്ലാദത്തിലൂടെ അവർ പ്രതികരിച്ചു എന്നാണ് 3-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ യഹൂദാഗൃഹം പ്രവാസത്തിൽ പോയപ്പോൾ എടുത്ത് യഹോവയെ ദൈവം ആദ്യം പറഞ്ഞത്, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായപ്പോൾ നീ സന്തോഷിച്ചു. 2-ാമത് ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയപ്പോൾ നീ സന്തോഷിച്ചു. അവർ ശൂന്യമായി പോയപ്പോൾ നീ അത് ചൊല്ലിയിട്ട് നന്നായി, കൊള്ളാം, ഇങ്ങനെ സംഭവിക്കണം എന്നു നീ പറഞ്ഞു. അതാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റതാണ്. BC 600 ബാബിലോണുമായി ചേർന്ന് ഇസ്രായേൽ യുദ്ധത്തിന് പോയി. അതിവിടെ എടുത്തു പറയുന്നില്ല. ഇവിടെ എടുത്തു പറയുന്നത് ഇതെല്ലാം ഇസ്രായേലിൽ സംഭവിച്ചു 3 കാര്യങ്ങൾ. 1, ഇസ്രായേലിന്റെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ കണ്ണിന് ആനന്ദം നൽകുന്ന, ഹൃദയത്തിന്റെ വാഞ്ചയായിരിക്കുന്ന യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കിയപ്പോൾ നീ സന്തോഷിച്ചു.
2, ആ രാജ്യം ശൂന്യമായപ്പോൾ നീ സന്തോഷിച്ചു. 3, ആ ഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അത് ചൊല്ലി സന്തോഷിക്കുന്നത് മാത്രമല്ല, നല്ലത്, നന്നായി പോയി എന്ന് നീ സംസാരിച്ചു. ഇവിടെ ഒരു രാജ്യത്തിന് ഒരു അധപ്പതനം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായുള്ള കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട ഭാഗം മനസ്സിലാക്കാം, അല്പം സന്തോഷിച്ചിരിക്കാം. എന്നാൽ ഇവിടെ നാം അവര് സന്തോഷം, ആദ്യത്തെ സന്തോഷം ആകാശവും ഭൂമി സൃഷ്ടിച്ചവനായ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ അശുദ്ധീകരണത്തിൽ അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് വിലപിക്കേണ്ട സ്ഥാനത്ത് അവർ വിലപിക്കുകയല്ല ചെയ്തത്, നന്നായി എന്നവർ പറഞ്ഞു. അവർ വിലപിക്കേണ്ടതായിരുന്നു. അതവരെ ന്യായവിധിയിലേക്ക് നയിച്ചു. ഈ നമ്മുടെ 4-ാമത്തെ വാക്യം വരുമ്പോൾ അതുകൊണ്ട് അവർക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി എങ്ങനെയാണ് എന്ന് പറയുന്നു. ഇനി ഇവർ നന്നായി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒന്ന് വായിച്ച 6-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തെ കുറിച്ച് നീ കൈകൊട്ടി കാൽ കൊണ്ട് ചവിട്ടി സർവ നിന്നയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. അവിടെ വായിക്കും, നന്നായി എന്ന് പറഞ്ഞത് മാത്രമല്ല, അവർ ചില ആക്ഷനിലൂടെ ചില പ്രവൃത്തിയിലൂടെ അവർ നന്നായി സന്തോഷിച്ചതായിട്ടാണ് ഇവിടെ 6-ാമത്തെയും 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വായിക്കും, നിങ്ങൾ കൈകൊട്ടി കാലുകൾ ചവിട്ടി ഹൃദയത്തിൽ സന്തോഷിച്ചു. 3-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പരാമർശിച്ചു, നീ വിശുദ്ധ മന്ദിരം അശുദ്ധമായപ്പോൾ അതിൽ സന്തോഷിച്ചു, നന്നായി എന്ന് പറഞ്ഞു. രാജ്യം ശൂന്യമായി പോയപ്പോൾ നന്നായി എന്ന് പറഞ്ഞു. യഹൂദാഗൃഹം പ്രവാസത്തിൽ പോയപ്പോൾ നന്നായി എന്ന് പറഞ്ഞു. ഇപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ആ പാപത്തിന്റെ കാഠിന്യം കുറെ കൂടി. നന്നായി എന്ന് പറഞ്ഞത് മാത്രമല്ല, അവർ കൈകൊട്ടി സന്തോഷിച്ചു. അത് ധിക്കാരപരമായ രീതിയിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, നമ്മളൊരു കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തോട് നമ്മൾ യോജിക്കും. ഏതെങ്കിലും രാജ്യക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുമായി യോജിക്കും. നമ്മുടെ ഗ്രൂപ്പ് ജയിക്കുമ്പോൾ നമ്മൾ നന്നായി കൈയടിക്കും. അതൊരർത്ഥം നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ടീം മറ്റേ ടീമിനെ തോൽപ്പിച്ചല്ലോ എന്നുള്ള ആഹ്ലാദ പ്രകടനമാണ്. അതുപോലെ യഹൂദാഗൃഹം പ്രവാസത്തിൽ പോയപ്പോൾ ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കിയപ്പോൾ ഇവർ കൈകൊട്ടി, അതുപോലെ കൈകൊട്ടി സന്തോഷിച്ചു. സന്തോഷം അവർ നന്നായി പ്രകടിപ്പിച്ചു. അടുത്ത വായിക്കുന്നത്, കാലുകൊണ്ട് ചവിട്ടി സർവനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചു നാം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രകടനം കൈകൊട്ടി കാണിക്കുന്ന സന്തോഷം സാധാരണ സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നതിന്റെ ഒരു അടയാളമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സും ആത്മാവും ഇതിനകത്ത് യോജിച്ച് സന്തോഷിക്കുകയാണ്. ഇസ്രായേൽ ഗൃഹത്തിലുണ്ടായ കുറിച്ചുള്ള അവരുടെ എല്ലാ നിന്ദകളാലും ആത്മാവിൽ അവർ സന്തോഷിച്ചു. ഇവിടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പൊ അവിടെ ഹൃദയത്തിന്റെ അകത്ത്, ഇസ്രായേലിനെ കുറിച്ച് ഹൃദയത്തിന്റെ അകത്തൊരു പക എന്ന് വേണം നമ്മുടെ ഭാഷയിൽ പറയാം. അതുകൊണ്ടാണ് നിന്റെ എല്ലാ നിന്ദകളാലും
എന്ന് പറയാനുള്ള കാരണം ഇവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇസ്രായേലിനോടൊരു പകയുണ്ടായിരുന്നു. കാരണം ഇവരും ഇൻഡയറക്റ്റ് ആയിട്ട് വാസ്തവത്തിൽ അബ്രഹാമിന്റെ ബന്ധമുണ്ട്, ഇസ്രായേലിനോട് ബന്ധമുണ്ട്. ദൈവം ഇവരെ ഈ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് നിശ്ചയമായും മറ്റുള്ളവർക്ക് അതിനോട് ഒരു പകയും ദേഷ്യവും ഒക്കെ ഉണ്ടാകുമായിരിക്കും. അതായിരിക്കാം ഒരുപക്ഷെ ഇവരിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം. സകല നിന്ദകളാലും അവർ ആത്മാവിൽ സന്തോഷിച്ചു എന്നാണ് ആ ഭാഗത്ത് എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് ആ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും, അവർ നിങ്ങൾ നിന്ന് നിന്റെ അവർ നിങ്ങൾ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും, അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഓക്കെ, കിഴക്കിന്റെ മക്കൾ, കിഴക്കുള്ള മനുഷ്യർ, അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഒരഭിപ്രായം എന്ന് പറയുന്നത് ഇവർ യോർദാന്റെ അക്കരയുള്ള നാട്ടിലുള്ള നാടോടികളാകുന്ന ഒരു ഗോത്രവർഗമുണ്ട്, അറബിക് ഗോത്രവർഗം. അവരെ ബെദുക്കൾ എന്നൊക്കെ വിളിക്കും, ബെദുവിൻസ്. അവരാണ് ഈ ഇവിടെ പറയുന്ന കിഴക്കു നിന്നുള്ളവർ എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്. കാരണം ന്യായാധിപരുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 3. Judges 6 വേഴ്സ് 3. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ, അതാണോ പാസ്റ്ററെ? അത് തന്നെ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമോലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവിടെ വായിക്കുന്നത് കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അപ്പോൾ ഈ കിഴക്ക് ദേശത്തുള്ളവർ എന്ന് പറയപ്പെടുന്നത് ഈ നാടോടികളാകുന്ന ബെദൂയിൻസ് അഥവാ ബെദുക്കൾ എന്ന് പറയുന്ന ഗോത്രവർഗക്കാരാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് അബ്രഹാമിന്റെ ഹാഗാറിൽ ജനിച്ച ഇസ്മായേലിന്റെ സന്താന പരമ്പരകളാണ് ഈ കിഴക്ക് ഭാഗത്തുള്ള മക്കൾ എന്ന് പറയപ്പെടുന്നത് അഭിപ്രായപ്പെടുന്നു. മൂന്നാമത്തെ അഭിപ്രായം ബാബിലോൺകാരാണ് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ 3 തരത്തിലുള്ള അഭിപ്രായം കിഴക്കുള്ള മനുഷ്യർ, കിഴക്കിന്റെ മനുഷ്യർ എന്ന പേരിൽ ഇവിടെ പറയുന്നതിന് 3 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഒന്ന്, ആ ഭാഗത്തുള്ള യോർദാൻ അക്കരയുള്ള നാടോടികളാകുന്ന ഗോത്രവർഗക്കാരാകുന്ന ബെദുക്കൾ അഥവാ ബെദൂൻസ്. രണ്ടാമത്തത് ഒരുപക്ഷെ ഇസ്മായേലിന്റെ സന്താന പരമ്പരകളായിരിക്കാം. മൂന്നാമത്തത് ഒരുപക്ഷെ ബാബിലോൺ സൈന്യമായിരിക്കാം, ബാബിലോൺകാരായിരിക്കാം. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. അവർ വന്നിട്ട് നിന്റെ പാല് കുടിക്കും, നിന്റെ ഫലം തിന്നും എന്ന് പറയുന്നുണ്ട്. ഈ പാല് പഴവും എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന 2 വസ്തുതകളാണ്. പാലും പഴവും കഴിക്കുക, അതൊരു ഫാറ്റായിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. നല്ല കൊഴുപ്പുള്ള, ധാരാളം വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ ഫ്രൂട്ട്സും പാലും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതിനർത്ഥം നിന്റെ രാജ്യത്ത് വന്നിട്ട് അതിൽ മേത്രമാകുന്ന വസ്തുതകൾ, നിന്റെ രാജ്യത്തെ കൊഴിപ്പിക്കുന്ന,
രാജ്യത്തെ സന്തുഷ്ടമാക്കി തീർക്കുന്ന, സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അത് മുഴുവൻ ഇവർ എടുക്കും, ഇവർ അത് ഉപയോഗിക്കും എന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുക. നിന്റെ പാല് കുടിക്കുകയും നിന്റെ പഴം തിന്നുകയും ചെയ്യുമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ രാജ്യത്ത് ഈ ബന്ധുക്കൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സകല പ്രധാനപ്പെട്ട നല്ല ഭക്ഷണങ്ങളും തിന്നുന്ന പോലെ തന്നെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ മുഴുവൻ അവരെടുക്കും എന്നുള്ളതാണ് ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുക. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ച. 5-ാമത്തെ വാക്യം, ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അതിനു മുമ്പ് 4-ാമത്തെ വാക്യം വായിച്ച, ഞാൻ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കുമെന്ന് പറയും. അവർ നിങ്ങൾ പാളയം അടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. എന്നിട്ട് ഇപ്പൊ പറയുന്നു, ഈ 2 സ്ഥലങ്ങൾ, അമ്മോന്യരുടെ സ്ഥലവും റബ്ബ എന്ന് പറയുന്ന സ്ഥലവും, അത് 2 മൃഗങ്ങൾക്ക് ഉള്ളതായ സ്ഥലമായി മാറ്റപ്പെടും. ഒന്ന് ഒട്ടകങ്ങൾക്കുള്ള വാസസ്ഥലമായി മാറ്റപ്പെടും എന്നാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഒട്ടകങ്ങൾക്ക് വേണ്ടി അധിവസിക്കുന്ന വാസസ്ഥലങ്ങളാക്കി ഒട്ടകങ്ങൾക്ക് വേണ്ടി അത് മാറ്റപ്പെടും. ക്യാമൽ സ്റ്റേബിൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ക്യാമലിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേബിൾ ഫോർ ക്യാമൽസ്. മറ്റൊന്ന് ആട്ടിൻ കൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ. അപ്പൊ ഈ 2 രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾക്കുള്ള വാസസ്ഥലവും ആടുകളുടെ വാസസ്ഥലവുമായി മാറ്റപ്പെടും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവിടെ കാണത്തില്ല എന്നാണ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ അത് നിവാസയോഗ്യമല്ലാത്ത നിലയിലേക്ക് അത് മാറ്റപ്പെടും എന്നാണ് ഈ 5-ാമത്തെ വാക്യം കൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്. ഇനി ഈ അമ്മോന്യരെ നശിപ്പിക്കുവാൻ ദൈവം ബാബിലോൺകാരെ അയക്കുന്നുണ്ട്. ഈ പ്രവചനം നിവർത്തിക്കപ്പെടുന്നുണ്ട്. അവർ ഒരു രാജ്യമായി നിലനിൽക്കുകയില്ല. ഇത് സംഭവിച്ചത് ഏകദേശം BC 582-ലാണ്. അതായത് യെരുശലേം നശിപ്പിച്ചതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബാബിലോൺകാർ അമ്മോന്യരെ ആ രാജ്യവും അഥവാ റിബ്ബായും അമ്മോന്യ ദേശവും വന്നിട്ട് നശിപ്പിക്കുകയും അവരെ പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രവചന നിവൃത്തി സംഭവിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ഒരു ജോസിഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു ഹിസ്റ്റോറിയനാണ്. ആ മനുഷ്യന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നെബൂഖദ്നേസർ തന്റെ സൈന്യവുമായി ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ അമ്മോനെയും റിബ്ബായെയും നശിപ്പിച്ചു. പിന്നീട് വന്നിട്ട് മോവാബ്യരുടെ നേരെയും താൻ യുദ്ധത്തിന് വരികയും പിന്നീട് ഈജിപ്തിനെയും യുദ്ധം ചെയ്ത് കീഴടക്കിയ ശേഷമാണ് ബാബിലോണിലേക്ക് മടങ്ങിയതായിട്ട് ജോസിഫസ് തൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4-5 വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവജനത്തിൻ്റെ അകത്തെ പ്രാധാന്യത അത് ചരിത്രപരമായും അത് തെളിയിക്കപ്പെടുന്നു എന്നത് വലിയ പ്രാധാന്യതയുള്ള വസ്തുതയാണ്.
വെറും ഒരു അരുളപ്പാടായിട്ട് പറഞ്ഞത് അങ്ങനെ പോവുകയല്ല. കാലങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അത് നിവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 582 ബാബിലോൺകാർ അമ്മോന്യരെ കൊല്ലുകയോ അവിടെയുള്ളവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ നാട്ടിലുള്ള ആളുകൾ അവിടെ ഇല്ലാതായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് 5-ാം വാക്യത്തിലും കാണാൻ കഴിയുന്നു. നിന്റെ ആ സ്ഥലങ്ങൾ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് നിവർത്തിക്കപ്പെടുകയുണ്ടായി. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് 6-7 വാക്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാം. 7-ാമത്തെ വാക്യം. ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നീ അറിയും. അടുത്ത പറയുന്നു, നിന്നെ ജാതികൾക്ക് കൊള്ളയായി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ഒരു ഇരയായി അഥവാ ഒരു മാംസമായി കൊടുക്കുന്നതിനെയാണ് കവർച്ച എന്ന് പറയുന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം. ഒന്ന് വന്നിട്ട് ഇരയായി പിടിക്കുന്നതും തിന്നുന്നതുമായ അർത്ഥമാണ് മൂലഭാഷ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. അതാണ് കവർച്ചയായി എന്ന് പറഞ്ഞ അർത്ഥം. അത് തിന്ന് നിന്നെ നശിപ്പിക്കും എന്നതിന്റെ അർത്ഥം. അപ്പോൾ അത്യാഗ്രഹിയും ദുരാഗ്രഹിയുമായ പടയാളികൾ നിന്റെ രാജ്യത്തിനകത്ത് വന്ന് നിന്റെ സമ്പത്തിനെ തന്റെ ഇരയാക്കും. വിശക്കുന്ന ശത്രു നിന്നെ തിന്നുകളയും എന്നാണ് ആ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്തു. നമുക്കിനിയും 8 മുതൽ 11 വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദ ഗൃഹം സകല ജാതികളെയും പോലെ അത്രേ എന്ന് മോവാബും സേയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ബേത് യെശീമോത്ത്, ബാൽ മെയോൻ, കിര്യാഥെയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോട് കൂടെ കീഴക്കുള്ളവർക്കും കൈവശമാക്കി കൊടുക്കും. ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും. ഞാൻ യഹോവ എന്നവർ അറിയും. അടുത്തത് ഇവിടെ മോവാബ്യർ എന്ന് പറയുന്ന അവരോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. അമ്മോന്യരുടെ ബന്ധം പറയുമ്പോൾ അവർ ചെയ്ത തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നന്നായി എന്ന് പറഞ്ഞു കൈകൊട്ടി ചിരിച്ചു, കാലുകൊണ്ട് ചവിട്ടി നിന്ദിച്ച് അവർ സന്തോഷിച്ചു. ഇത്രയുമേ ചെയ്തുള്ളൂ. ഇതാരും ഒരുപക്ഷെ കണ്ടു കാണത്തില്ല. പക്ഷെ കണ്ടത് യഹോവയായ ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ കണ്ണ് വെട്ടിക്കുവാൻ ആരാലും സാധ്യമല്ല. അതെത്ര ഇരുട്ടത്ത് ചെയ്താലും മറയത്ത് ചെയ്താലും അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവമാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നാമും പലപ്പോഴും നമുക്കൊരു പക്ഷേ അവരുടെ ഇഷ്ടമല്ലായിരിക്കാം, ഒരല്പം പകയോ ദേഷ്യമോ ഒക്കെ കാണും അവരോട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മനുഷ്യർ അവർ പറയുന്നത് കണ്ടിട്ടുണ്ട്, കൊള്ളാം, നന്നായി, അത് സംഭവിക്കണമായിരുന്നു, അതിനകത്തൊരു തെറ്റുമില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ആരെ കുറ്റം വിധിക്കുകയല്ല.
ഇതിനകത്തുനിന്നൊരു പാഠം നമുക്ക് പഠിക്കാൻ. നമ്മൾക്കൊരു പക്ഷേ അവർ ശത്രുക്കളാണ് നമുക്ക് തോന്നിയാലും, നമ്മുടെ ഹൃദയത്തിലുള്ള പകയും ദേഷ്യ നിമിത്തം നമ്മൾ ചിന്തിച്ചാലും, അവരുടെ കഷ്ടതയിൽ, അവർക്കുണ്ടായ അധപ്പതനത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവർ നേരിടുന്ന ചലഞ്ചസിന് നടുവിൽ ഒരിക്കലും ആരും സന്തോഷിക്കാൻ പാടില്ല. അവർ മനുഷ്യരാ. അതുകൊണ്ട് ഇവിടെ ഒരാൾക്കുണ്ടാകുന്ന ദുഃഖത്തിൽ, അയാൾക്കുണ്ടാകുന്ന പരാജയത്തിൽ, അവർക്കുണ്ടാകുന്ന അധപ്പതനം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കൈകൊട്ടി ചിരിക്കാനോ ഹൃദയത്തിന് സന്തോഷിക്കാനോ നാം ചെയ്യാൻ പാടില്ല. അതാണ് ഇവരിവിടെ ചെയ്തത്. ഇവർ ചെയ്തത് ഒരു പക്ഷെ ആരും കണ്ടു കാണത്തില്ലായിരിക്കാം. പക്ഷെ യഹോവയായ ദൈവം അത് കണ്ടിട്ട് ഇസ്രായേലിന്റെ ന്യായവിധിക്ക് ശേഷം ആദ്യം ന്യായവിധി നടത്തുന്നത് ഈ ജനത്തെയാണ്. അതിൽ ഒരു കൂട്ടരാണ് അമോന്യർ എന്ന് പറയുന്ന കൂട്ടർ. അപ്പൊ അതുകൊണ്ട് നാം ഒരു വിധത്തിലും നാം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ, മറ്റുള്ളവർക്കുണ്ടാകുന്ന കഷ്ടതയുടെ നടുവിൽ, മറ്റുള്ളവർ അവമാനിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ ദൂഷിക്കപ്പെടുമ്പോൾ നാം അത് കണ്ടൊരിക്കലും ഒരു ദൈവമക്കൾ, ദൈവമകൻ നിലയിൽ ഒരിക്കലും നാം അതിൽ സന്തോഷിക്കാൻ പാടില്ല. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെ, നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണ കൃഷ്ണമണിയെ തൊടുന്നു എന്നാ വായിക്കുന്നത്. ഇവിടെ ഇസ്രായേലിനെ തൊട്ടില്ല. ഇസ്രായേൽ ഉണ്ടായതായ അധപ്പതനത്തിൽ സന്തോഷിച്ചതേ ഉള്ളൂ. അത് അവരെ ന്യായവിധിയിലേക്ക് നയിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്നോട് പറയട്ടെ, നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത് കണ്ട് ഒരിക്കലും സന്തോഷിക്കുവാൻ പാടില്ല. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ ഒരിക്കലും നാം അവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുവാൻ പാടില്ല എന്നൊരു പാഠം ഈ ഭാഗത്തു നിന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മളെ എതിർക്കുന്ന, നമ്മൾക്ക് ഒരു പക്ഷേ ശത്രുവായി തോന്നുന്നവരുടെ ജീവിതത്തിൽ അധപ്പതനം ഉണ്ടാക്കുമ്പോൾ സന്തോഷിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവരെ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്നാണ്. അതുകൊണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പറഞ്ഞു നിർത്തിയ ഭാഗം ഒന്ന് വായിച്ചത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തി. ഈ മോവാബ് ദേശക്കാർ അവർ ചെയ്തത്, ഇവരെ മോവാബ് ദേശം എന്ന് പറയുന്നത് അർമോൻ നദിയുടെ തെക്ക് ഭാഗത്താണ്. ചാവുകടലിന്റെ കിഴക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു. ഇതായിരുന്നു മോവാബിന്റെ ദേശം. ഇനി ഇവർ തെറ്റെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മറ്റെല്ലാ ജാതികളെ പോലെയാണെന്ന് പ്രസ്താവിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. അതാണ് മോവാബിന്റെ പാപം. അതിനാൽ അവർ ശിക്ഷിക്കപ്പെടും. ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. ഇവിടെ വായിക്കുന്ന ഇസ്രായേൽ മറ്റെല്ലാ ജാതികളെ പോലെയാണ്, വലിയ വിശേഷത ഇല്ല എന്ന് പറഞ്ഞതേ. വാസ്തവത്തിൽ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവത്തെ അപമാനിക്കുകയാണ്, യഹോവയായ ദൈവത്തെ അപമാനിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്നപ്പോൾ ദൈവം പ്രത്യേകമായ നിലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരാളെ ഒരു ലീഡറായി ഒരുക്കിക്കൊണ്ട് വന്ന് അവരിലൂടെ ആ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി അവരെ നിയമങ്ങൾ പഠിപ്പിച്ചു, അവരെ ഒരു രാഷ്ട്രമാക്കി തീർത്തു. എന്നിട്ട് അവരെ പതുക്കെ നടത്തി വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്ന് അവരെ സെറ്റിൽ ചെയ്തു. അപ്പൊ അത്രയും ഒരു ജാതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രവചന പുസ്തകം എവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ അവൻ ഒരു ജാതിക്കും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ആ നിലയിൽ
ചെയ്തുകൊണ്ട് വന്ന യഹോവയായ ദൈവവും അവന്റെ ജനവും. ഈ ജനത്തെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവര് പറയുന്നത് ഇവരും നമ്മളെ പോലെയൊക്കെയാ, വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ ആലയങ്ങൾ അശുദ്ധമാക്കപ്പെട്ടപ്പോൾ, അവർ രാജ്യം നശിപ്പിക്കപ്പെട്ടപ്പോൾ, അവർ പ്രവാസികളായി പോയപ്പോൾ ഇവരുടെ ചിന്തയിൽ യഹോവയായ ദൈവം അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ആ കാലഘട്ടത്തിലുള്ള ജനത്തിന്റെ ചിന്താഗതിയാണ് ഒരു രാജ്യം ജയിക്കാൻ കാരണം ആ രാജ്യത്തിലെ ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ബാബിലോൺകാർ വന്ന് ഇസ്രായേൽ രാജ്യം, പ്രത്യേകിച്ച് ദൈവം അധിവസിക്കുന്ന യെരൂശലേം ദേവാലയം നശിപ്പിച്ചിട്ടും അവിടുത്തെ ജനങ്ങളെ പ്രവാസത്തിൽ കൊണ്ടുപോയിട്ടും ആ രാജ്യം ശൂന്യമായി പോയിട്ടും യഹോവയായ ദൈവം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ പോലെയൊക്കെ ഉള്ളു, വലിയ പ്രാധാന്യത ഇല്ലെന്നുള്ളതാണ് അർത്ഥം. ഞാൻ അല്പമായി ഇതിനെ വിശദീകരിച്ച് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട അവസ്ഥ, ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന അതുല്യതയെ ഇവർ ഒന്നുമില്ലാത്തതായി ചെറുതായി കണ്ടു. അതാണ് ഇവരുടെ പാപം. എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് അതിന് കാരണം. ഇസ്രായേലാണ് അതിന് കാരണമെങ്കിലും ദൈവത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് അപമാനിക്കുന്നതായി തോന്നി. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ലോകത്ത് സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പൊ എല്ലാ വ്യക്തിയിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഘടകമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വ്യത്യസ്തമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ ദൈവം വലിയ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നപ്പോൾ 10 ബാധകൾ അയച്ച് അതിൽ നിന്നും രക്ഷപ്പെടുത്തി വന്നതാണ്. ഇത് ലോക ജാതികൾ മൊത്തം കണ്ടതാ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ വരുമ്പോൾ ഇവരെ കുറിച്ചുള്ള വർത്തമാനം വന്ന വഴിയിലുള്ളവർക്കെല്ലാം മനസ്സിലാക്കി കേട്ടിട്ട് ഇവരെ ഭയമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ വന്നപ്പോൾ അവർ പറഞ്ഞു വലിയ പവർ ഒന്നുമില്ല, മറ്റു ജാതികളെ പോലെയാണ് എന്നവർ പറയുന്നു. അതാണ് അവരുടെ പാപം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനൊക്കെയുള്ള വിശദവിവരം അടുത്ത ആഴ്ചയിൽ ഞാൻ പ്രസ്താവിക്കാം. ഈ രാത്രി നമുക്ക് ഓർക്കേണ്ട വസ്തുത, ഞാൻ ആരംഭത്തിൽ ഓർക്കുക, 1, ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നൊരു ജീവിതം. 2, മറ്റുള്ളവരുടെ ദുഃഖം, മറ്റുള്ളവരുടെ സങ്കടം, അവർക്കുണ്ടാകുന്ന പ്രശ്നത്തിൽ സന്തോഷിക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനം ബാധ്യസ്ഥരാണ് എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. 3, ദൈവത്തിന് വിരോധമായി വാക്കുകൾ കൊണ്ട് ഒരു വിധത്തിലും നാം പാപം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവത്തോളം ബന്ധം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയിലും സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.